ഹായ്, ഞാൻ സുശീൽ വർക്കല. ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്നാണ്. അതായത് നമുക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് ആപത്തിൽ സഹായിക്കുന്ന ആളാണല്ലോ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത്. സ്പാനിഷിൽ സുഹൃത്തിന് അത് അമീഗോസ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് അമ്പുരാജ് എന്നാണ്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മിമിക്രിക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കലാജീവിതത്തിൽ സുഹൃത്താണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടും. തമിഴ്, ഹിന്ദി, മലയാളം ഇങ്ങനെ പാട്ട് പാടുന്ന പുള്ളിക്കാരനാണ്. അപ്പം ഞങ്ങളിങ്ങനെ പരിപാടിക്ക് പോകുന്ന സമയത്ത് ഇത്രയും പാട്ടൊക്കെ പാടി 2-3 പരിപാടി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ ഈ ഒച്ച, അതായത് തൊണ്ട അങ്ങ് അടഞ്ഞു. അപ്പോൾ എന്നോട് വന്നിട്ട്, അടയാ എൻ്റെ വോയിസ് പോയി. ഞാൻ പറഞ്ഞു, ഇടാ നാളെ പരിപാടിയുണ്ട്, രാവിലെ ഒരു കല്യാണ പരിപാടിയുണ്ട്, നിനക്ക് പാടാനുള്ളതാ. അല്ലളിയാ എനിക്ക് വോയിസ് കിട്ടുന്നില്ല, വല്ല ആശുപത്രിയിലും കൊണ്ട് കാണിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കാണാം ഒരു വീടിനടുത്തൊരു ചെറിയ ക്ലിനിക്ക് കണ്ടു. നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സൗണ്ട് അങ്ങോട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഡോക്ടർ ഒരാഴ്ചയായിട്ടില്ല, ഡോക്ടറെ വീട് അതാണ്, അവിടെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഇവൻ ആ വോയിസും വെച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട്, രാത്രിയാണ് കേട്ടോ, ഒരു 8-8-9 മണിയായി. അവിടെ ചെന്നിട്ട് ഇവൻ ചെന്ന് ഡോറിൽ തട്ടുക, ഡോക്ടറുണ്ടോ, ഡോക്ടറുണ്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഡോക്ടറെ ഭാര്യ, ഡോക്ടറില്ല, കയറി വാ. അവന് ഒരു ഗവൺമെൻറ് ആശുപത്രി വേറെ നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ശിവഗിരി ഉത്സവത്തിന് വന്നായിരുന്നു. ശിവഗിരി ഉത്സവത്തിന് വന്നിട്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ ബന്ധുക്കളെല്ലാം വന്നുകൊണ്ട് സ്ഥലമില്ല. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞിടാ, ഇവിടെ സ്ഥലമില്ലല്ലോ കിടക്കാനൊക്കെ. അപ്പം വീടിനടുത്തുള്ള ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വരും മിമിക്രി പഠിക്കാൻ. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞിടാ, ഈ അമ്പുരാജിനെ ഒന്ന് കൊണ്ടുപോകണം നിൻ്റെ വീട്ടിൽ, ഇന്നൊരു ദിവസം അവിടെ കൊണ്ട് കിടത്ത്, അവൻ രാവിലെ പൊക്കോളും. അപ്പോൾ ഇവൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ്റെ കൂടെ കൂട്ടി വിട്ടു ഞാൻ. ഈ പയ്യൻ കണ്ട വയൽ വഴിയൊക്കെ ചാടി വയലുവാരം കൊണ്ട് ഇവനെയും കൊണ്ട് നടന്നവൻ്റെ വീട്ടിലെത്തി. കുറച്ച് ദൂരെ പോകണം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചിമ്മിനി വെട്ടത്തിൽ, കറണ്ടൊന്നുമില്ല, ചെറിയ വീടാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ ആൾ കഞ്ചാവാണ്. ഒരു കഞ്ചാവൊക്കെ അടിച്ച് മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പം ഇവ അങ്ങോട്ട് വെയിറ്റിട്ട് എന്നിട്ട്, അച്ഛാ ഇതാണ് അമ്പുരാജ് മാമൻ. ഏവനായ എനിക്കെന്ത് ആ പുള്ളിക്കാരൻ. ഉടനെ ഇവ അകത്തോട്ട് കയറി വീടിനകത്ത് ചെന്നപ്പോഴത്തേക്ക് ചെറുക്കൻ അകത്തോട്ട് നോക്കിയിട്ട്, അമ്മ ചോറ് വല്ലതും ഉണ്ടെങ്കിൽ ഇടി. ഉടനെ അമ്മ ഒരു വിളക്കും പിടിച്ചുകൊണ്ട് വാതിലിൻ്റെ അവിടെ നോക്കിയിട്ടാണ്, ഇവിടെ ചോറൊന്നുമില്ല, വല്ലോനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അമ്പുരാജിന് തൃപ്തിയായി. ഏതാണ്ട് ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ മനസ്സിലാക്കി ഒരു പുതിയ കിടക്കാൻ നേരത്തെ ഒരു പുതിയ പാവുണ്ട് ഇട്ട് കൊടുത്തു അമ്പുരാജിന്. ഗസ്റ്റല്ലേ, പുതിയ പാവുണ്ട് ഇട്ട് കൊടുത്ത് ഒരു പുതിയ മുണ്ട് പുതയ്ക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അമ്പുരാജ് പറഞ്ഞു, നല്ല മുണ്ട്, നല്ല മണം, ഇതെവിടുന്ന്? അപ്പോൾ ആ പയ്യൻ പറയാം, അതെൻ്റെ മാമൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. മാമൻ എന്തിയേ? മാമൻ കഴിഞ്ഞ മാസം മരിച്ചുപോയി, മരിച്ചപ്പോൾ പുതപ്പിച്ച മുണ്ടാണിത്. എനിക്ക് വേണ്ട ഈ മുണ്ട് എന്നും പറഞ്ഞ് ചുരുട്ടി എറിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ പറയാം, എന്നാൽ ആ പായി നെണീര്, അതെന്ത്? മരിച്ചപ്പോൾ ആ പായിലാണ് കിടത്തിയത്. അമ്പുരാജ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ട് അവൻ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പരിപാടിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോള്. സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുക. അത് നമ്മുടെ സജി കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരനാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് എന്നെ. അളിയാ ഈ സിനിമയിലേക്കൊരു ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എവിടാ? അത് നിലമ്പൂരെത്തണം, നീ എന്തോ വേഷം. അപ്പം ഞാൻ ഈ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഫിഗർ ചെയ്യും, നീ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഫിഗർ ചെയ്യണം. ഞാൻ പറയാം എന്തോ സിനിമ? അതായത് 2020 എന്ന് പറയുന്ന സിനിമയുടെ വേറൊരു ഭാഗം എടുക്കുന്നത്, ഫിഗറുകളെ വെച്ചുകൊണ്ട് 50-50 സിനിമയുടെ പേര്. നിലമ്പൂരെത്തണം. ഞാനങ്ങനെ ഇവിടുന്ന് പരിപാടിയെല്ലാം കളഞ്ഞിട്ട് നേരെ ട്രെയിൻ കയറി നിലമ്പൂർ ചെന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹലോ വണ്ടി വിട്ടിട്ടുണ്ടല്ലോ, അവിടെ വെയിറ്റ് ചെയ്യൂ, ഇതാ ഇപ്പോൾ വരും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ കുത്തിയിരുന്നപ്പോൾ കാണാം ഒരു പുള്ളിക്കാരൻ വന്നിട്ട്, ഹലോ സുശീൽ. ഞാൻ പറഞ്ഞു അതെ. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ബാ ഇവിടെ വന്നിരിക്കുകയാണോ? വിളിച്ചുകൊണ്ട് ചെന്നു. വണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു? ബാ. ഞാൻ ചെന്നപ്പോൾ ഒരു MAT സ്കൂട്ടർ എന്നെ കൊണ്ടുപോകാൻ, അതിൻ്റെ ബാക്കിലാണെങ്കിൽ സീറ്റും ഇല്ല. ഞാൻ അതിൽ കയറിയിരുന്ന് കണ്ട ഏടാകുടം വഴിയൊക്കെ എന്നെ കയറ്റി ഒരു വീടിൻ്റെ അവിടെ ചെന്നു. ഒരു റബ്ബറും കാട്ടിൻ്റെ അടുത്താണ് വീട്. ചെന്നപ്പോഴത്തേക്ക് സജി കൃഷ്ണ ഇരിക്കുന്നു, വേറെ 2 പേര് ഇരിക്കുന്നു. എനിക്ക് അപ്പോഴേ ഇതൊരു പന്തികേടായിട്ട് തോന്നി ആ ലൊക്കേഷനൊക്കെ. നോക്കിയപ്പം അവിടെ ഒരു സ്റ്റാൻഡിൽ ഒരു ഹാലജൻ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഷൂട്ടിങ് അപ്പുറത്ത് നടക്കുകയാണ്.
ഇയാൾ മേക്കപ്പ് ചെയ്യൂ. ഞാൻ ഉടനെ ശ്രീശിവൻ ചേട്ടൻ്റെ ഫിഗറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോൾ കാണാം ഡയറക്ടറും ക്യാമറാമാനും കൂടെ കയറി വരിക. ഒരു പുള്ളിയുടെ തോളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട് ഇങ്ങനെ. ഡയറക്ടർ ഇങ്ങനെ വന്ന് എന്നെ നോക്കി ഹായ് വെച്ചു. ഞാനിങ്ങനെ ഹായ് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ എന്നെ നോക്കിയിട്ട് പറയണം, തൽക്കാലം മേക്കപ്പ് അഴിച്ചോ. ഞാൻ പറഞ്ഞു എന്ത്, ഇനി ഷൂട്ടിംഗ് ഇല്ല. മണി 2:30 ആയതേ ഉള്ളൂ. പുള്ളി മേക്കപ്പായി. അപ്പോഴേ പുള്ളി പറയാ, ഇനി എനിക്ക് വയ്യെന്ന്, ഷൂട്ടിംഗ് ഇല്ല, ഇനി നാളെ എങ്ങാനും ആവട്ടെ എന്നും പറഞ്ഞ് പുള്ളി അതങ്ങ് ഒഴിവാക്കി. എന്നിട്ട് എന്നെ പിറ്റേന്ന് രാവിലെ എല്ലാവരും റെഡി ആവാൻ പറഞ്ഞു, ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. രാവിലെ റെഡിയായപ്പോൾ ഒരു അംബാസഡർ കാറ്, അതിനകത്ത് ഡയറക്ടറും ഞാനും എല്ലാം കൂടെ, ഞാൻ ഡയറക്ടറുടെ മടിയിലിരിക്കുക, എല്ലാവരും കൂടെ കുത്തി ഞെരുക്കി ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് ഇറങ്ങി കൈയൊക്കെ കഴുകി വല്ലതും കാപ്പി കുടിച്ചിട്ട് പോവാം. ഉടനെ ഡയറക്ടർ അവിടെ ഓർഡർ ചെയ്യുക, എനിക്ക് ദോശയും ചമ്മന്തിയും. ഉടനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് അപ്പവും മുട്ടയും. പുള്ളി എന്നെ ഒരു നോട്ടം. ഞാൻ ദോശയും ചമ്മന്തിയും അപ്പവും മുട്ടയും. അതായത് ബഡ്ജറ്റൊന്നും ഇല്ലാത്ത എന്തോ പടമാണ്, തട്ടിക്കൂട്ട് പരിപാടിയാണ്. റൂമിലെല്ലാവരും വന്നിങ്ങനെ കിടന്നപ്പം എൻ്റെ അടുത്ത് വന്ന് ഒരു പുള്ളിക്കാരൻ പറയുക, അതെ ഡയറക്ടർ സാറ് വിളിക്കുന്നു, ആ റൂമിലുണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഈ ഡയറക്ടറെ റൂമിൽ മൊത്തം തിരക്കി കിടന്നിട്ട് കാണുന്നില്ല. ഞാൻ ചെന്നപ്പോൾ കാണാം ഈ 2ാമത്തെ നിലയിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് കാണുമല്ലോ, ഇതിൻ്റെ അടിയിൽ ഈ വാച്ചർമാരൊക്കെ കിടക്കാൻ ഒരു ചെറിയ കട്ടിൽ കാണുമല്ലേ, അതിൽ കിടക്കുന്ന ഡയറക്ടർ. പുള്ളിക്കാരെ ഇങ്ങനെ കിടന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, വണ്ടിക്കൂലി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഇപ്പം തന്നെ വിട്ടു, ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാവും. ഞാനങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നു. പിന്നെ അമേരിക്കയിൽ പോയി. അമേരിക്കയിലായിരുന്നപ്പം എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും വിളിച്ചിട്ട് പറയും, അളിയാ നീ എനിക്കൊരു കാറ് മേടിച്ച് തരണേ അളിയാ. ഞാൻ പറഞ്ഞു കാറൊക്കെ ഞാൻ മേടിച്ച് തരാം, അതിൽ ഇടുന്ന 4 ബാറ്ററി നീ തന്നെ മേടിക്കണം. അതോടെ അവൻ നിർത്തി ആ പറച്ചിൽ. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾക്ക് താങ്ക്സ്.